ഹായ് മക്കളെ, വെൽക്കം ടു Xylem ലേണിംഗ്. ഞാൻ ഫൈസൽ സാറാണ്, അമീൻ സാറാണ്. മക്കളെല്ലാവരും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്രിസ്മസ് എക്സാമിനേഷന്റെ ഏതൊക്കെ ചാപ്റ്ററുകൾ. ഒരുപാട് പേര് നമ്മുടെ ഈ കമന്റ് ബോക്സുകളിലൊക്കെ ആണെങ്കിലും വരുന്ന കാര്യമാണ്, സാറ് ഏതൊക്കെ ചാപ്റ്ററുകൾ ഉണ്ട്, എത്ര മാർക്കിന്. അതുപോലെ തന്നെ വരുന്നതാണ് ഇതിൽ ഏതൊക്കെയോ ചാപ്റ്ററുകൾ ഒഴിവാക്കി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അതില് ഈ പറഞ്ഞു കേൾക്കലുകളല്ല, നമ്മളൊന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. മക്കളെ എക്സാമുകൾ വെച്ചിട്ടുണ്ടെങ്കിലോ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർക്ക് കുറെ ചാപ്റ്റേഴ്സ് സ്കൂളുകൾ മിസ്സായ ചാപ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ബേജാറാന്റെ ആവശ്യം, നിങ്ങൾ എന്താണ് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഏതൊക്കെ ചാപ്റ്റർ ആണ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ ലൈവുകളുടെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ചാപ്റ്ററുകളും പഠിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാ ചാപ്റ്ററിനും ഒരേ മാർക്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ചില ചാപ്റ്ററുകളിൽ നിന്ന് എസ്എ മാത്രമേ ചോദിക്കുള്ളൂ, ചിലത് വൺ വേർഡുകളാണ്, ടാബിളുകൾ മാത്രമാണ്. അപ്പൊ അത് ഏതാണെന്ന് മക്കൾ ഇപ്പോഴേ അറിഞ്ഞു വെച്ചാൽ പഠിക്കാൻ എളുപ്പമാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്ററാണ് നോക്കേണ്ടത്, അതിനനുസരിച്ച് എന്ത് ചെയ്യാ, നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ വിഷയം, ഓരോ ചാപ്റ്ററും നമ്മുടെ സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും അവിടുത്തെ ഓരോന്നും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ, ഏതെല്ലാം ചാപ്റ്റേഴ്സിലാണ് മക്കൾ പഠിക്കേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക്, ജിയോഗ്രഫിയിലെ ക്രിസ്മസ് എക്സാമിനേഷന് 4 ചാപ്റ്ററുകളേ ഉള്ളൂ. അപ്പൊ മക്കളുടെ അടുത്തൊരു ചോദ്യമാണ്, സാറേ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം എക്സാമിനേഷന് വന്നത് ഇവിടെ വരുമോ? അതിന് വരില്ല എന്നല്ല, അതിൽ നിന്ന് വളരെ റയർ ആയിട്ട് ഒരു 2-3 ചോദ്യങ്ങളായിട്ട് വരാറുള്ളൂ, 2-3 ചോദ്യങ്ങൾ. പക്ഷെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിനേഷനിലാണ് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ് അഥവാ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിന് 8 മുതൽ 12 മാർക്ക് വരെ. സെക്കൻഡ് ആയിട്ട് എക്കണോമിക്സിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള പൊതു ചിലവും പൊതു വരുമാനം എന്ന ചാപ്റ്റർ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, 8 മുതൽ 12 മാർക്ക് വരെയാണ് വരാറുള്ളത്. പിന്നെ 7ാമത്തെ ചാപ്റ്റർ, മക്കളെ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പബ്ലിക് എക്സാമിനൊക്കെ. ഇന്ന ഭാഗത്ത് നിന്ന് ഇരുന്ന് ക്വസ്റ്റ്യൻ വരും, ഇന്ന ഭാഗത്ത് ക്ലാസ്സുകൾ ആരും മിസ്സാക്കരുത്. ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനം എന്ന് പറയുന്നത് അതിന് 8 മുതൽ 12. അതേസമയം ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, ഇതിന്റെ നമ്മുടെ പ്രശ്നം, ഇതിന്റെ ഒരു മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് മാപ്പ് ക്വസ്റ്റ്യനുകൾ മെയിൻ എക്സാമിനേഷന് കയറി വരും. പക്ഷെ ഹാഫ് ഇയർലിക്ക് എന്ത് തരില്ല, മാപ്പ് തരില്ല. പക്ഷെ പകരമായിട്ട് ഇതിനാകെ നമുക്ക് ഒരു 2 ടാബിളുകളൊക്കെ ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, വരുന്ന സമയത്ത് ഓരോ ലൈവുകളിലുമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ രണ്ടാളും കൂടെ എന്ത് ചെയ്യും ചെയ്തിട്ട് തരും. മക്കളെ ലൈവ് മിസ്സാക്കരുത്. കാര്യങ്ങൾ കുറെ ഇപ്പൊ കോണ്ടന്റ് വീഡിയോസ് കുറെ ഇറങ്ങുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കാണാൻ കുറെ ട്രിക്സ് ഉണ്ട്, ഓരോരോ ഐഡിയാസ് വെച്ചുകൊണ്ട് പഠിക്കാം. അപ്പൊ ജിയോഗ്രഫിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, എല്ലാ ചാപ്റ്റേഴ്സൊന്നും 8 മുതൽ 12 മാർക്കാണ്. ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടാവും, ഒരുപാട് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും, ഇനി എനിക്ക് SSLC മാർക്ക് കിട്ടൂല. പക്ഷെ അത് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ഇത്ര ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ നൽകൂട്ടോ. അതാണ് ജിയോഗ്രഫി. ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് 5, 6, 7, 9 ഒരു ചാപ്റ്റർ നിങ്ങൾ കാണില്ല. 8ാമത്തെ ചാപ്റ്റർ കേരള ആധുനികതയിലേക്ക് എന്ന് പറയുന്ന കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ എന്തിലില്ല, നമ്മളെ ഈ എക്സാമിൽ സെക്കൻഡ് ടൈം പക്ഷെ ലാസ്റ്റ് ടൈമിലേക്കും പബ്ലിക് എക്സാമിലേക്കും. അത് കാരണം എന്താ വെച്ചാൽ വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് സുഖമായിട്ടുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കുക, 1, 2, 3, 4, 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ 7 മുതൽ 10 മാർക്ക് വരെ ചോദിക്കുന്നത് കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്റർ പ്രത്യേകം എന്താ അറിയോ, 3 ഭാഗത്ത് നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്റർ സ്ഥിരമായിട്ട് വരുന്ന കാര്യമാണ്. നമുക്ക് ഈസി ആയിട്ട് അവർ ഒരുപാട് ട്രിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കോണ്ടന്റുകളുടെ ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കണം. അവിടെ ഒരുപാട് അസ്ത്രയുടെ ചാനൽ, നമ്മുടെ Xylem Asthra എന്ന് പറയുന്ന ചാനലിലേക്ക് മക്കൾ എന്തായാലും ഒന്ന് പോയി നോക്കണം. അവിടെ ഒരുപാട് ഐഡിയാസ് അമീൻ സാർ ആണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ട്. SS എന്ന് പറയുമ്പോൾ കുട്ടികളായിരിക്കും ഇത് കാണാതെ ബുക്ക് ഇങ്ങനെ പഠിക്കണം. അതല്ല കേട്ടോ, അതല്ല. നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ വരണം, ഏതൊക്കെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആ ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. നമുക്ക് പ്രശ്നം അതാണ്. അത് മക്കളെല്ലാരും പറഞ്ഞതാണ്, ഓർമ്മ നിൽക്കില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു തരും, ഐഡിയാസ് ഉണ്ട്.
നമ്മള് കണ്ടു പഠിക്കുക, അതേമാതിരി അമീൻ സാറിന്റെ ഭാഷയിൽ പറയുന്നത് ചിത്രമര പോലെ എന്ത് ചെയ്യണേ വരച്ചു പഠിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യും നമ്മൾ ചെയ്യും. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റർ ആണ് 10 മുതൽ 14 മാർക്ക് വരെ വരുന്ന എസ്എ ക്വസ്റ്റ്യൻ ഷുവറാണ്. 3 ഭാഗത്ത് നിന്ന് ഉറപ്പാണ് അതായിരിക്കും ക്വസ്റ്റ്യൻ. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സമരവും സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞ ചാപ്റ്റർ. മക്കളെ ഈ ചാപ്റ്ററിന്റെ ലൈവ് ഒരു കാരണവശാലും മക്കളെ മിസ്സാക്കരുത്. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വേറെ നമ്മുടെ മീൻസാറായിരിക്കും എടുക്കുന്നതിന്റെ അതും കൂടെ വലിയൊരു കാര്യമാണ്. നമുക്ക് സെറ്റ് ആക്കാം. അതിന്റെ ലൈവ് വരുന്നുണ്ട്. അതിന്റെ ലൈവിന്റെ ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങളെ തങ്കക്കൂടമായിട്ട് അറിയുന്നതാണ്. ഇനി അടുത്ത ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ സ്വതന്ത്രാനന്തര ഇന്ത്യ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ 4 മുതൽ 6 മാർക്ക് വരെ എക്സാം. അത് ഒരു 5 പോയിന്റുകളേ ഉള്ളൂ. 5 പോയിന്റുകളോട് മാത്രം പഠിച്ചു പോയാൽ മതി. 5 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാവുന്നതാണ്. പിന്നെ 9ാമത്തെ ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ. പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് 2 ചാപ്റ്റർ. 3ാമത്തെ ചാപ്റ്ററും 9ാമത്തെ നമ്മുടെ പൊതുഭരണവും അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് വരുന്നത്. അതിൽ ഈ ചാപ്റ്റർ മക്കളെ 4 മുതൽ 6 മാർക്ക് വരെ ഏത് ചാപ്റ്റർ വരും? സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ. കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? പിന്നുള്ള ചാപ്റ്ററിന് ഗുണം എന്താ അറിയോ? പഠിച്ചില്ലെങ്കിലും മാർക്ക് കിട്ടാൻ പറ്റുന്ന ചാപ്റ്റർ. എല്ലാത്തിലേക്കും ഇട്ട് കൊടുത്താൽ ഒരു എന്താ പറയാ വളരെ വളരെ സോഷ്യോളജിയുടെ ഒരു ഭാഗമായിട്ടുള്ള ചാപ്റ്ററാണ് സിവിക് കോൺഷ്യസ്, പൗരബോധം എന്ന് പറയുന്ന ചാപ്റ്റർ. അത് ഒരുപാട് കഥകളൊക്കെ പറയാനുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ മക്കളെ ഇത്രയും ചാപ്റ്റേഴ്സുകൾ വെച്ചുകൊണ്ടാണ് 9 ചാപ്റ്റർ. നമ്മളെ 5 ചാപ്റ്റേഴ്സുകൾ ഹിസ്റ്ററിയിൽ നിന്നും 4 ചാപ്റ്റേഴ്സുകൾ ജിയോഗ്രഫിയിൽ നിന്നുമായിട്ട് നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് എക്സാമിനേഷന് മക്കൾ പഠിക്കാനുള്ളത്. ആ 9 ചാപ്റ്റേഴ്സുമായിട്ട് ഞങ്ങൾ 2 പേരും നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടുണ്ടായിരിക്കും. മക്കൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ലൈവുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ കൃത്യമായിട്ട് കാണാ, നല്ല രീതിയിൽ എന്ത് ചെയ്യാ അടിപൊളിയാക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എന്തുണ്ടാവും സെറ്റ് ആക്കി തരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ലൈവിൽ വന്നാൽ മാത്രം മതി അല്ലെ മക്കളെ. ലൈവിൽ വരാം. കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്. മകൾ പഠിക്കുന്ന സമയത്ത് വളരെ ഐഡിയ വെച്ചുകൊണ്ട് പഠിക്കാം. അല്ലാതെ ഈ പുസ്തകം 4 പുസ്തകമാണ് നമുക്കുള്ളത്. ഈ 4 പുസ്തകം കാണുമ്പോഴേക്ക് കട്ടി കണ്ടിട്ട് നേരുത് കിടന്നുറങ്ങാൻ പോകരുത്. നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ടായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളോട് പറയാനുള്ളത്. ഈ വീഡിയോ കഴിഞ്ഞ ശേഷം മക്കൾ എല്ലാവരും ഇനി വേണ്ടി എന്ത് ചെയ്യാം? നമ്മുടെ 9 ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ എവിടെ ഇരിക്കുന്ന ആ സൈഡിൽ എന്ത് ചെയ്യാ? ഒന്ന് എഴുതി വെക്കുക, മാർക്ക് നോക്കുക. ആ മാർക്കിനനുസരിച്ച് കൃത്യമായിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കാം എന്ന ഷുവറാണ്. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആവട്ടെ പഠിക്കുന്നത് എന്ന ഉറപ്പായിട്ടും മക്കൾക്ക് എന്ത് ചെയ്യും? ക്രിസ്മസ് എക്സാമിനേഷൻ മക്കൾ എല്ലാവരും 80 മാർക്ക് വാങ്ങിയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ഡിസംബർ കഴിഞ്ഞ്, ജനുവരി കഴിഞ്ഞ്, ഫെബ്രുവരി കഴിഞ്ഞ്, മാർച്ചിലെ SSLC എക്സാമിനേഷന് മുഴുവൻ മാർക്കുകളും വാങ്ങി ഫുൾ A+ തന്നെ നമ്മൾ അടിക്കൂല മക്കളെ.